വീണ്ടും വാർത്തയിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ പ്രൈവറ്റ് ബസ്സുകളിൽ പരിശോധന. പോലീസിന്റെ പരിശോധന വിദ്യാർത്ഥികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നിരന്തരം പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യപിച്ച് വാഹനമോടിച്ചതായി കണ്ടെത്തിയ 2 ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടായി. മേപ്പയൂർ ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മേപ്പയൂർ, പേരാമ്പ്ര, വടകര റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും പരിശോധന നടത്തിയത്. ബസ് ജീവനക്കാർ യൂണിഫോം ധരിക്കാതെയും മദ്യപിച്ചും വാഹനമോടിക്കുന്നതായും വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 2 ബസ് ജീവനക്കാർ മദ്യപിച്ച് വാഹനമോടിച്ചതായി കണ്ടെത്തി. നിയമലംഘനം നടത്തിയ ഹരേറാം ബസിലെ ജീവനക്കാരൻ ഷിനിൽ, സാരംഗ് ബസിലെ ജീവനക്കാരൻ സൂര്യപ്രകാശ് എന്നിവർക്കെതിരെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് നിയമപ്രകാരം കേസെടുത്തു. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോലീസ് MVDക്ക് റിപ്പോർട്ട് നൽകി. ആദ്യം ചെക്ക് ചെയ്ത 3 വണ്ടികളിൽ 2 വണ്ടികളുടെയും ഡ്രൈവർമാർ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച നില നമ്മൾ കണ്ടെത്തി. അവരെ നമ്മൾ ആൽക്കോ അനലൈസ് പരിശോധിച്ച് നമ്മൾ അതിന് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിന് കേസെടുത്തിട്ടുണ്ട്. ഈ പരിശോധന വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായി നടത്താനാണ് തീരുമാനം. അത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ബസ് ജീവനക്കാരെ മുഴുവൻ ആൾക്കാരെയും നമ്മൾ പരിശോധിച്ച്, കാരണം കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല യാത്രയ്ക്കുള്ള സുരക്ഷിതത്വം, മറ്റുള്ള യാത്രക്കാരുടെ പരാതിയാണ് ഇതിന് കാരണം. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് പോലീസ് തീരുമാനം. നിയമലംഘനം കണ്ടെത്തുന്ന ബസ് ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.